ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ്. നന്ദിനിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. സ്ഥിരമായി പ്രോഗ്രാം കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല വഴികാട്ടിയായ ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. വഴികാട്ടിയായ ഒരു പ്രോഗ്രാമാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കത്ത് അയച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഇപ്പം ഒട്ടും പഠനത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരം? മകളുടെ ഭാവിയെക്കുറിച്ച് അറിയണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ചിത്തിരപ്പെണ്ണ്, കന്നിക്കൂറ്, കന്നിരാശിയുടെ അധിപൻ ബുധനാണ്, ബുധഗ്രഹം. വിദ്യയുടെയും വിനയത്തിൻ്റെയും മാതുലിൻ്റെയും കൗശലത്തിൻ്റെയും ഉപരിപഠനത്തിൻ്റെയും കാരകസ്ഥാനം വഹിക്കുന്ന വിദ്യാവിനയ കൗശല വിനോദകാരകനായ ബുധഗ്രഹം സൂര്യഗ്രഹവുമായി 13 ഡിഗ്രിയിൽ നിൽക്കവേ അപ്രകാരം നിൽക്കുന്ന സമസ്ത ആളുകൾക്കും, സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും ഏത് രാജ്യക്കാരനായിരുന്നാലും ഏത് സമുദായക്കാരനായിരുന്നാലും ഏത് വിഭാഗക്കാരായിരുന്നാലും അതിന് മൗഢ്യബുധൻ എന്നാണ് പറയുക. അത് ഏത് രാജ്യത്തുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിൽ മടുപ്പ്, മൗനം, ബൗദ്ധിക ബുദ്ധിശൂന്യത, ഏകാഗ്രതക്കുറവ്, ധാരണാശക്തിക്കുറവ്, മേധാശക്തിക്കുറവ്, പഠിപ്പിൽ പരാജയം, ഉദ്യോഗത്തിൽ തടസ്സങ്ങൾ വരിക, ഉദ്യോഗം കിട്ടാൻ തടസ്സം വരിക, ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാനാവിധത്തിലായിട്ടുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ അവഗണനയോ അല്ലെങ്കിൽ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത പ്രതികൂല സാഹചര്യങ്ങളോ, ശേഷം വിവാഹം, അതും അപ്രകാരം തന്നെ. മനസ്സിന്, കുടുംബത്തിന് ജാതകനില പ്രകാരമുള്ള എല്ലാം ഇണങ്ങിക്കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യ ചുറ്റുപാടുകൾ ഇണങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടുകൾ, സമ്പാദ്യാദികൾക്ക് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ബുദ്ധിമുട്ടുകളാണ്. എല്ലാം കുറേശ്ശെ നടക്കും. അതായത് ആൾട്ടേജ് മങ്ങി ലൈറ്റ് കത്തുന്ന പോലെ. 1000 വോൾട്ടേജ് കെട്ടുന്നത് 300 വോൾട്ടേജായിട്ട് മാറുന്നു. 13 ഡിഗ്രിയിൽ നിൽക്കുന്ന സൂര്യഗ്രഹവുമായി നിൽക്കുന്ന വിദ്യയുടെയും വിനയത്തിൻ്റെയും കൗശലത്തിൻ്റെയും കാരകനായ ലഗ്നാധിപൻ, കന്നി രാശിയുടെ അധിപനും ഇങ്ങനെ മൗഢ്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വിദ്യാഭ്യാസം, ഉദ്യോഗം, ധനസമ്പാദനം, കല്യാണം, ദാമ്പത്യം, സംതൃപ്തപരമായ ജീവിതം, കുടുംബ അഭിവൃദ്ധി എന്നിവയ്ക്ക് തടസ്സമുണ്ട് എന്നാണ് അതിൻ്റെ ചുരുക്കം. ആ തടസ്സമാണ് ഇപ്പം മകളുടെ കാര്യത്തിനായിട്ട് എഴുതിയിരിക്കുന്നത്. ബുധനെ ശക്തിയാക്കുക. ശക്തിയാക്കുന്നിടത്തോളം എപ്പോഴാണ് ഈ വക കാര്യങ്ങൾ മൗഢ്യം കണ്ടു തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, ആ മൗഢ്യം കുറേ കഴിയുമ്പോൾ ശരിയാകും എന്ന് വിചാരിച്ച് ഉദാസീനമായി ഇരിക്കരുത്. കണ്ടു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ട ഉടൻ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിക്കുകയും അത് പരിശോധിക്കുകയും അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കിയാൽ ആ വർഷം മുതൽ തന്നെ അല്ലെങ്കിൽ ആ മാസം മുതൽ തന്നെ വിദ്യാഭ്യാസത്തിലെ ആ ന്യൂനതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്നത്തെ കാലസ്ഥിതിക്ക് ഒരു മാസം പോലും വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ആദ്യ ടെസ്റ്റ് പോലും പരാജയം വരുകയോ മാർക്ക് പോവുകയോ ചെയ്താൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ആ വിദ്യാഭ്യാസത്തെ കാണിക്കുന്നു. വിദ്യാഭ്യാസം മങ്ങലാണെങ്കിൽ ഉദ്യോഗത്തിന് മങ്ങൽ വരും. കാരണം വിദ്യയുടെ അധിഷ്ഠിതമായിട്ടാണ് ജോലി കിട്ടുന്നത്. അങ്ങനെ ജോലിക്കും ഒക്കെ ചെറിയ തോതിലുള്ള ജോലിയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ വരുമാനത്തിനും അതനുസരിച്ചുള്ള ജീവിത ചുറ്റുപാടുകൾക്കുമൊക്കെ ഒത്തിരി വോൾട്ടേജ് മങ്ങും. ചുരുക്കത്തിൽ നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറയുന്ന പോലെ നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിൽ തൊഴിലിനും സമ്പത്തിനും മറ്റനേകം കാര്യങ്ങൾക്കും അത് വലിയൊരു യോഗമാണ്. മറിച്ച് വിദ്യാഭ്യാസത്തിന് മങ്ങൽ വന്നാൽ, പരാജയം വന്നാൽ, +2 ഒന്നും ഇന്നത്തെ കാലത്ത് വലിയൊരു വിദ്യാഭ്യാസമല്ല. വലിയ ഡിഗ്രിക്കാർ വരെ കുഴയുന്നു ജീവിതത്തിന് വേണ്ടി. അതുകൊണ്ട് ബുധനെ ശക്തിപ്പെടുത്താൻ പേരും നക്ഷത്രവും ചേർത്ത് ബുധപൂജ 17 നടത്തുക. 17 എന്ന് പറഞ്ഞാൽ ബുധദശാകാലം
17 വർഷമാണ്. ആയതിനെ 17 ദിവസമായി ചുരുക്കിയെങ്കിലും ബുധൻ്റെ പത്മമിട്ട് പ്രകൃതിദത്തമായ വെള്ളം, ചന്ദനം, പ്രകൃതിയിൽ ദൈവാംശം അടങ്ങിയിരിക്കുന്ന ജലം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നിവയാൽ ബുധനെ സാങ്കല്പികപരമായി ആവാഹിച്ച് ബുധൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മരതകം എന്ന രത്നം, നല്ല ക്യാരറ്റ്, ഒരു 4 ക്യാരറ്റ് വാങ്ങി ചെറുവിരലിൽ ബുധനാഴ്ച ദിവസം വെള്ളിയിലോ സ്വർണ്ണത്തിലോ അവൻ്റെ സാമ്പത്തിക കഴിവനുസരിച്ച് ധരിപ്പിക്കുകയും ബ്രഹ്മീഘൃതം എന്ന ഔഷധം, ബുധൻ്റെ സ്തോത്രങ്ങൾ കഴിവതും ഉരുവേറ്റി പ്രിയങ്കു കലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാപേതോ തം ബുധം പ്രണതോസ്മ്യഹം എന്നുള്ള ബുധൻ്റെ സ്തോത്രങ്ങൾ മിനിമം ഒരു 4000 ഉരുവെങ്കിലും ഗർഭപ്പുല്ല് ബ്രഹ്മീഘൃതത്തിൽ ടച്ച് ചെയ്യിപ്പിച്ച് ജപിച്ച് ഓരോ ടീസ്പൂൺ 2 ടീസ്പൂൺ വീതം പ്രഭാതത്തിൽ പ്രസ്തുത ബുധൻ്റെ സ്തോത്രം ചൊല്ലി അത് സേവിക്കുകയും നേരത്തെ സൂചിപ്പിച്ച മരതകം എന്ന രത്നം സ്ഥിരമായിട്ട് വിദ്യാർത്ഥിയായിരിക്കുന്നിടത്തോളം കാലവും പ്രസ്തുത രത്നം ചെറുവിരലിൽ ധരിക്കുകയും ബുധനാഴ്ച ദിവസം കഴിവതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും പച്ചപ്പട്ട് കൊണ്ട് ഉടയാട ചാർത്തിക്കുകയും തുളസിമാല ചാർത്തുകയും ഒക്കെ ചെയ്തു വരിക. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു 30 മുതൽ 60% വരെ വ്യത്യാസം പഠനത്തിൽ വരികയും നല്ല ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ഏത് കാര്യങ്ങൾക്കാണ് ഒട്ടുമുക്കാലും ബുധൻ്റെ മൗഢ്യം വന്നാൽ മാത്തമാറ്റിക്സ്, അരിത്തമാറ്റിക്സ് മുതലായതിനാണ് മാർക്ക് കുറയാൻ സാധ്യത. ആ വക കാര്യങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുകയും ബുധൻ്റെ മൗഢ്യത്തിന് പ്രതിവിധിയായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നാൽ ഈ വക അവസ്ഥകൾക്കും പിന്നീട് ജോലി, കല്യാണം, സാമൂഹ്യ ചുറ്റുപാട്, സമ്പാദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിൻ്റെ തടസ്സങ്ങൾ, ബലക്ഷയം മാറിക്കിട്ടുന്നതാണ്.